ശബരിമല സന്നിധാനത്തെ SIT സംഘത്തിന്റെ പരിശോധന തുടരുന്നു. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. ലീഗൽ മെട്രോളജി വിഭാഗവും പരിശോധന നടത്തും. പരിശോധനകൾ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ വ്യാപ്തി കണ്ടെത്താൻ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി ഇന്ന് പരിഗണിക്കുന്നത് FIR എന്നാവശ്യപ്പെട്ടുള്ള ഹർജി. CPIM പച്ചയ്ക്ക് വർഗീയത പറയുന്ന പാർട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വർഗീയത പറയുന്നവരെ പൊന്നാടെ അണിയിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും പുതുയുഗയാത്രയിൽ വിമർശനം. സംഘപരിവാർ വർഗീയത പറഞ്ഞ നമുക്ക് കേട്ടുപരിചയമുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ സംഘപരിവാറിന്റെ അതേ വഴിയിലൂടെ പോവുകയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് ന്യൂനപക്ഷ പ്രേമമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റി ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി ആദ്യം ഇന്റർവ്യൂ കൊടുത്തത് ആരാ? സംസ്ഥാനത്ത് രാഷ്ട്രീയ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് ജാഥകൾ തുടരുന്നു. വികസന മുന്നേറ്റ മേഖലാ ജാഥകളുമായി CPIM. VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് മലപ്പുറത്ത്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. വ്യാപാര കരാർ, നരവനെ വിഷയങ്ങൾ ഉയർത്തി ഇരുസഭകളിലും വിമർശനങ്ങൾ ശക്തമാക്കാൻ പ്രതിപക്ഷം. 8 MPമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നും ആവശ്യപ്പെടും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കാൻ പ്രമേയവുമായി BJP. സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുക മാർച്ച് 9-ന്. ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി കേവല ഭൂരിപക്ഷത്തോട് അടുക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. BNP അധികാരത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി താരിഖ് അൻവർ. വോട്ടെണ്ണലിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാതെ ജമാഅത്ത് നാഷണൽ സിറ്റിസൺ പാർട്ടി സഖ്യം. ഔദ്യോഗിക ഫലപ്രഖ്യാപനം നാളെ നടത്തുമെന്ന് ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അന്താരാഷ്ട്ര 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് രണ്ടാം മത്സരത്തിലും ജയം. നമീബിയയെ തോൽപ്പിച്ച് 93 റൺസുകൾക്ക്. 8 പന്തിൽ 22 റൺസ് എടുത്ത മലയാളി താരം സഞ്ജു സാംസൺ. തകർത്തടിച്ച് ഇഷാൻ കിഷനും ഹാർദിക് പാണ്ഡ്യയും. ഇന്ത്യയുടെ അടുത്ത മത്സരം പാകിസ്ഥാനുമായി.